ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 29-ാം അധ്യായം, 28, 29 അധ്യായങ്ങളിലെ വിവിധ യാഗങ്ങളും അതിലർപ്പിക്കേണ്ടതായ ആ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ഇത് ചിന്തിച്ചു വരുന്നത്. ഇന്നലെ 28-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചതിൻ്റെ ബാക്കി 29-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. ഇവിടെ പറയുന്ന 7-ാം മാസം 1-ാം തീയതി വിശുദ്ധ സമ്മേളനം നിങ്ങൾ കൂടണം. ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ലേവ്യ പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരിക്കൽ കൂടി മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ചേർത്ത് പറയുന്നു എന്ന് മാത്രം. 7-ാം മാസം 1-ാം തീയതി വിശുദ്ധ 1-ാം മാസം 14-ാം തീയതി പെസഹ പെരുന്നാളാണ്. 7-ാം മാസം 1-ാം തീയതി വിശുദ്ധ സമ്മേളനം. അന്ന് വേറെ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കുന്ന ദിവസമായി അന്നത്തെ ദിവസം നിങ്ങൾ മാറ്റിവെക്കണം. ഒരു വർഷം തന്നെ ഇങ്ങനെ അനേക ദിവസങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ വേണ്ടി ദൈവം അവർക്ക് പ്രത്യേകമായിട്ട് നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട്. അന്ന് ജോലിയിൽ നിന്നുള്ള വിശ്രമവും ദൈവസന്നിധിയിലുള്ള അവരുടെ വലിയ സമർപ്പണവുമാണ്. അന്നത്തെ ദിവസം കാഹളം മുഴക്കേണ്ടതായ വലിയ ദിവസമാണ്. അന്ന് ദഹനബലിയും ധാന്യബലിയും നിങ്ങൾ അർപ്പിക്കണം. പാപപരിഹാര ബലിക്കായിട്ടൊരു കോലാട്ടിയും കൂട്ടിയെ കൊണ്ടുവന്ന് അർപ്പിക്കുകയും ചെയ്യണം. കാഹളം വലിയ സന്തോഷത്തിൻ്റെ ആഹ്വാനമാണ്. അതുപോലെ തന്നെ ദൈവത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നതായ ആഹ്വാനത്തിനും കാഹളമാണ് മുഴക്കിയിരുന്നത്. പുതിയ നിയമത്തിൽ പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടിയുള്ളതാണത്. ദൈവത്തിൻ്റെ കാഹള ശബ്ദം ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠതയെ വിളിച്ചറിയിക്കുന്നതാണ്, വിശുദ്ധിയെ വിളിച്ചറിയിക്കുന്നതാണ് കാഹള ശബ്ദം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ 2-ാമത്തെ വരവിലും വാനമേഘങ്ങളിൽ കാഹള ശബ്ദത്തോടുകൂടി അവൻ വരുമെന്നാണല്ലോ ലേഖനങ്ങളിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ കാഹളത്തോടു കൂടി അതിൻ്റെ ഒരു നിഴലായി ഈ കാഹളത്തെ നമുക്ക് കാണാവുന്നതാണ്. 7-ാം വാക്യം നമ്മൾ വായിക്കുന്നു. 7-ാം മാസം 10-ാം തീയതി വിശുദ്ധ സമ്മേളനം ഉണ്ടാകണം. 7-ാം മാസം 1-ാം തീയതി ഉണ്ടാകണം. 7-ാം മാസം 10-ാം തീയതിയും വിശുദ്ധ സമ്മേളനം ഉണ്ടാകണം. അന്ന് നിങ്ങൾക്ക് ഉപവാസത്തിൻ്റെ ദിവസമായിരിക്കണം. മറ്റ് ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. അന്ന് ഊനമറ്റ ആടിനെ ദഹനബലിയായിട്ട് അർപ്പിക്കണം. 12-ാം വാക്യം മുതൽ 7-ാം മാസം 15-ാം ദിവസം വിശുദ്ധ സമ്മേളനം വീണ്ടും ഉണ്ടാകണം. അന്ന് ശ്രമകരമായ ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. അതിനുശേഷം 7 ദിവസം നിങ്ങൾക്ക് ഉത്സവമായിട്ട് നിങ്ങൾ ആചരിക്കണം. അപ്പോൾ 7-ാം മാസത്തിലെ 1-ാം തീയതിയും 10-ാം തീയതിയും 15-ാം തീയതിയും പിന്നീട് 7 ദിവസം ഉത്സവം. അങ്ങനെ അവിടെ യഹോവയുടെ സന്നിധിയിൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കാനുള്ള വിവിധ രീതികൾ ഇവിടെ നമ്മൾ വായിക്കുകയാണ്. ഇന്ന് പുതിയ നിയമത്തിൽ പരിശുദ്ധ സഭയിലും പല നോമ്പുകൾ സഭ നമുക്ക് ക്രമീകരിച്ചു തന്നിട്ടുണ്ട്. ആ നോമ്പുകളൊക്കെ എന്തിനാണ്? നമുക്ക് ഉപവസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കഠിനമായ ജോലിയിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്ന് ഉപവസിച്ചുകൊണ്ട് ദൈവസ്ഥനിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. നമ്മിലുള്ള ആത്മാവിൻ്റെ പുതുക്കം, ആത്മാവിൻ്റെ ശുദ്ധീകരണം, ആത്മാവിൻ്റെ ശക്തി, ഇതൊക്കെ നമ്മൾ പ്രാപിക്കേണ്ടതായ വലിയ ദിവസങ്ങളാണ് നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ദിവസങ്ങളെന്ന് പറയുന്നത്. ഇത് പഴയ നിയമത്തിൽ യഹോവയായ ദൈവമാണ് ഇതൊക്കെയും ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്. പുതിയ നിയമത്തിലും അതനുസരിച്ച് നമ്മുടെ കർത്താവും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതും സ്ത്രീഹന്മാരൊക്കെ ഉപവസിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധ സഭയിലും അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ 7-ാം മാസം 15-ാം ദിവസം ആ 7 ദിവസം ഉത്സവം ആചരിക്കുമ്പോൾ 7 ദിവസവും അർപ്പിക്കേണ്ട ഓരോ ബലിയുടെ വിശദാംശങ്ങളാണ് ഇനി 13 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. 1-ാം ദിവസം എന്ത് ചെയ്യണം, 2-ാം ദിവസം, 3-ാം ദിവസം, അങ്ങനെ 7 ദിവസം. 7 എന്നുള്ളത് നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയുടെ വലിയ സംഖ്യയാണ്. പരിപൂർണമായി വിശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ് ഈ 7 ദിവസം കൊണ്ട് ചെയ്യാന്നുള്ളതിൻ്റെ അർത്ഥം. പരിപൂർണമായ ഒരു വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഇസ്രായേൽ ജനത്തിന് അവിടെ ചെയ്തു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ 35-ാം വാക്യത്തിൽ വായിക്കുന്നു, വീണ്ടും 8-ാം ദിവസം വിശുദ്ധ സമ്മേളനം. 7 ദിവസം പെരുന്നാൾ കഴിഞ്ഞ് 8-ാം ദിവസം വീണ്ടും വിശുദ്ധ സമ്മേളനം കൂടി. കഠിന ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. ദഹനബലി ദൈവത്തിന് അർപ്പിക്കണം. ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമാണത്. എന്നെ ദൈവകരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നതിന്
ഇത് തുല്യമാണ് ഞാൻ അർപ്പിക്കുന്ന ബലിവസ്തു എന്ന് പറയുന്നത്. നമുക്കങ്ങനെ മാത്രമേ ദൈവസ്ഥനിൽ നമുക്ക് ഇത് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം ദൈവസ്ഥനിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. നമ്മുടെ വേദപുസ്തക വായനകളും പഠനങ്ങളും ധ്യാനങ്ങളൊക്കെ അതിന് നമ്മളെ സഹായിക്കണം. ഓരോ അധ്യായവും പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ച് അത് നമ്മുടെ പുതിയ നിയമവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കുവാനും അതനുസരിച്ച് ഇതൊക്കെ നമുക്ക് പഴയ നിയമത്തിലെ മുഴുവൻ പുതിയ നിയമത്തിൽ വരാൻ പോകുന്നതിൻ്റെ നിഴലായിട്ടാണ്, അതിൻ്റെ ഷാഡുവായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പുതിയ നിയമത്തിലാണ് അതിൻ്റെ പൂർണ്ണത നമുക്ക് വന്നത്. അവിടെ എല്ലാം വിശുദ്ധി ശരീരത്തെക്കാൾ ഉപരി ഹൃദയത്തിനാണ് കർത്താവ് കൊടുത്തതെന്നും കർത്താവിൻ്റെ സന്നിധിയിലുള്ളതായ വലിയ സമർപ്പണത്തിന് വലിയ വിലയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ജന്മത്തിരുനാളിനോട് നമ്മൾ അടുത്തു വരികയാണല്ലോ. അതുകൊണ്ട് ദൈവമേ, ഈ ജന്മത്തിരുനാൾ അവിടുന്ന് ഞങ്ങളിൽ ഒഴിവാകുന്ന അനുഭവം ഉണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപം മുഖാന്തരം ദൈവം നമ്മിൽ നിന്ന് അകന്നു പോയിരിക്കുന്നൊരവസ്ഥ നമുക്കുണ്ട്. അതിൽ വ്യത്യസ്തമായി വീണ്ടും ആ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ബേത്ലഹേമിൽ ജാതനായ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരിക്കൽ കൂടി ജാതനായി സജീവമായി പ്രവർത്തിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ഈ 25 ദിവസത്തെ നോമ്പും പ്രാർത്ഥനകളും ഒക്കെ അതിന് നമ്മെ ശക്തീകരിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസിൻ്റെ എല്ലാ മംഗളാശംസകളും കർത്തൃനാമത്തിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. അതിന് നാളത്തെ ദിവസം ക്രിസ്മസ് ദിവസമായതുകൊണ്ട് നാളെ ഈ വായനാ ഭാഗങ്ങളില്ല. അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് നമ്മളെ തുടരുന്നതാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നാളത്തെ ദിവസം സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ദിവസമായി എല്ലാവരും ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വായിക്കുവാനോ ധ്യാനിക്കാനോ ഉള്ള അവസരം ലഭിക്കുക സ്വാഭാവികമല്ലല്ലോ. അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് നമുക്ക് ഒരു വിശ്രമ ദിവസമായി സന്തോഷം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. അതിനുശേഷം മുന്നോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ മംഗളാശംസകൾ നേർന്നുകൊള്ളുന്നു.